Welcome to a new episode of Accounting Academy. It's me Surendra Betrapara speaking to you. Today we are going to see two problems on working capital management. Okay, working capital management. Working capital is the capital which is required for the day-to-day administration of an enterprise. And how to calculate working capital required for a particular firm. That we are going to see. First, calculation of working capital required for a trading concern, and second, calculation of working capital requirement for a manufacturing firm. So first, a trading concern. Problem number 1. Question. Prepare an estimate of working capital requirement from the following information of trading concern. Projected annual sales 1 lakh. Selling price rupees 8 per unit. Percentage of net profit on sales 25%. Average credit period allowed to customers 8 weeks. Average credit period allowed by suppliers 4 weeks. Average stock holding in terms of sales requirement 12 weeks. Allow 10% for contingencies. Okay. Sales details 1 lakh units. Selling price 8 per unit. Total 8 lakh rupees sales. Percentage of net profit on sales 25%. See, ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വർക്കിംഗ് ക്യാപിറ്റൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇഗ്നോർ പ്രോഫിറ്റിനെ ഇഗ്നോർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ കാൽക്കുലേഷൻ നടത്തുക. എന്ന് വെച്ചാൽ ഓൾ കാൽക്കുലേഷൻസ് ആർ ഡൺ ഓൺ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം റോ മെറ്റീരിയൽ ദാറ്റ് മീൻസ് സ്റ്റോക്ക് ഡെപ്റ്റേഴ്സ് ഇവയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ക്രെഡിറ്റേഴ്സും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. ഇവിടെ പക്ഷേ സെയിൽസ് ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. പ്രോഫിറ്റ് കൂടി തന്നിരിക്കുന്നതുകൊണ്ട് അവിടെ കോസ്റ്റ് ഓഫ് സെയിൽസ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. സോ കോസ്റ്റ് ഓഫ് സെയിൽസ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് പ്രോഫിറ്റ് ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പിന്നീട് നോക്കാം. ആവറേജ് ക്രെഡിറ്റ് പീരീഡ് അലൗഡ് ഒരു കസ്റ്റമേഴ്സ്, നമ്മുടെ ഡെപ്റ്റേഴ്സിന് കൊടുക്കുന്ന പീരീഡ് എന്ന് പറയുന്നത് 8 ആഴ്ചയാണ്. കളക്ഷൻ പീരീഡ് എന്ന് പറയുന്നത് 8 ആഴ്ചയാണ്. ആവറേജ് ക്രെഡിറ്റ് പീരീഡ് അലൗഡ് ബൈ സപ്ലൈസ്, നമുക്ക് കിട്ടുന്നത് ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് 4 വീക്സ് ആണ്. സ്റ്റോക്ക് കിടക്കുന്നത് സെയിൽസ് റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് ഹോൾഡിംഗ് ഇറ്റ് ഈസ് 12 വീക്സ്, 12 ആഴ്ച ഇവിടെ സ്റ്റോക്കായിട്ട് കിടക്കുന്നുണ്ട്. 10% കണ്ടിജൻസിക്ക് വേണ്ടി ആഡ് ചെയ്യുക. ഓക്കെ, വെൽക്കം ബാക്ക്. ട്രേഡിംഗ് കൺസൾട്ട് പ്രോബ്ലം ആണ്. സോ ഡെപ്റ്റേഴ്സ് ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ സ്റ്റോക്ക് ഉണ്ടാവും. എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, നോട്ട് ഫോർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടല്ല നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത്. അതുകൊണ്ട് വാങ്ങിച്ച സാധനങ്ങൾ സ്റ്റോക്കായിട്ട് കിടക്കും, ഒരു പ്രത്യേക സമയം വരെ സ്റ്റോക്കായിട്ട് കിടക്കും. സോ ആഫ്റ്റർ സെയിൽസ് ഇറ്റ് ബിക്കംസ് ഡെപ്റ്റേഴ്സ്. ആ സെയിൽസിന് ശേഷം അത് ഡെപ്റ്റേഴ്സ് ആയിട്ട് മാറും. അപ്പോൾ 2 ഐറ്റംസേ ഉണ്ടാവുള്ളൂ. പിന്നെ കറണ്ട് അസറ്റ് ആയിട്ട് ഉണ്ടാവാനുള്ളത് ക്യാഷ് ഉണ്ടെങ്കിൽ, അഡ്വാൻസ് പേയ്മെൻറ്റ്സ് ഇവനി ഉണ്ടെങ്കിൽ, ഓക്കെ. പക്ഷെ അതൊന്നും ഇതിനകത്ത് പ്രോബ്ലത്തിനകത്ത് തന്നിട്ടില്ല. പിന്നെ ക്രെഡിറ്റേഴ്സ് ഐറ്റംസും ഉണ്ടാവും. ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റോക്കായിട്ട് കിടന്ന ഐറ്റംസൊക്കെ നമ്മൾ മറ്റൊരിടത്തു നിന്നും വാങ്ങിയതാണ്. ഓക്കെ, അതുപോലെ വാങ്ങിയതാണ്. അപ്പോൾ ആ വാങ്ങിയതിൻ്റെ അവകാശം പറഞ്ഞിട്ടുണ്ട് പ്രോബ്ലത്തിനകത്ത് 4 വീക്സ് എന്നും. അപ്പോൾ അത് ക്രെഡിറ്റേഴ്സ് ആയിട്ട് കിടക്കും. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ബിഫോർ ദാറ്റ്, എന്താണ് കോസ്റ്റ് ഓഫ് സെയിൽസ്? സോ ഫസ്റ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു number of units produced into selling price per unit, that is equal to 8 lakh. 1 lakh into 8 lakh. Then profit it is given as 25% on sales. Therefore 8 lakh into 25 divided by 100, that is equal to 2 lakh. That is equal to 2 lakh. Therefore cost of sales is equal to, or total cost is equal to 8 lakh minus 2 lakh, that is equal to 6 lakh. Cost of sales 6 lakh ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യമുള്ള ഐറ്റം വീക്സിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, മന്ത്സിലല്ല, വീക്സിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു വർഷത്തിൽ ഈ വീക്സിന് അപ്ലൈ ചെയ്യുകയാണ്. സോ ഇൻ 1 year ടോട്ടൽ വീക്സ് is equal to 52. Number of weeks in a year is equal to 52. Therefore 8 weeks it is calculated out of 52 weeks, 4 weeks, 12 weeks. So these are all calculated out of 52 weeks. Okay, നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. Statement of working capital requirement. Yes, first current assets. കറണ്ട് അസറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു 2 ഐറ്റംസ് ആണ്. ഫസ്റ്റ് ഡെപ്റ്റേഴ്സ് തന്നിരിക്കുന്നത് ക്രെഡിറ്റ് പീരിയഡ് അലൗഡ് ടു കസ്റ്റമേഴ്സ് ഇറ്റ് ഈസ് 8 വീക്സ്, 8 ആഴ്ചയാണ് കൊടുത്തിരിക്കുന്നത്.
8 weeks. See, 8 weeks എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാണോ ടോട്ടൽ സ്റ്റോക്ക് ഉള്ളത് അത് 8 ആഴ്ച ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിലാണ് കളക്ഷൻ പീരീഡ് ആയിട്ട് 8 ആഴ്ചയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ സമയത്തേക്കുള്ള നമുക്ക് ആവശ്യമുള്ള വർക്കിംഗ് ക്യാപിറ്റലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് ഇസ് ഈക്വൽ ടു 6 lakh into 8 by 52. 8 by 52, that is equal to 92,308. 92,308. The next, number 2, stock. Stock holding in terms of sales requirement, it is 12 weeks. Okay. Cost is 12 weeks. Therefore, 6 lakh into 12 divided by 52, that is equal to 1,38,462. 1,38,462. Yes, മറ്റ് ഐറ്റംസ് ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് ഇതിനെ ടോട്ടൽ ചെയ്യാം. $2,30,770. 2,30,770. Okay, so this is the total amount of current asset. So from this total, deduct current liabilities. Current liabilities. ഒരൊറ്റ ഐറ്റം മാത്രമേ കറണ്ട് ലാബിലിറ്റി തന്നിട്ടുള്ളൂ, അത് ക്രെഡിറ്റേഴ്സ് ആണ്. ഓക്കെ, ക്രെഡിറ്റേഴ്സ് period allowed to creditors, allowed by creditors, it is 4 weeks. Okay, 4 weeks. So 6 lakh into 4 divided by 52, that is equal to 46,154. 46,154. So balance is equal to yes, 1,84,616. So this is called working capital, gross working capital. Gross working capital requirement. ഈ ഇതിനോടൊപ്പം 10% കണ്ടിൻജൻസീസ് ആഡ് ചെയ്യുക. ഓക്കെ, ആഡ് മാർജിൻ ഫോർ കണ്ടിൻജൻസി. മാർജിൻ ഫോർ കണ്ടിൻജൻസി 10% ആണ്. മാർജിൻ ഫോർ കണ്ടിൻജൻസി 10% ആണ്. ഓക്കെ, 10% is equal to 10% of 1,84,616. So that is equal to 18,462. So this should be added. 8,703 2,03,078. 2,03,078. So this is the total amount of working capital required. Net working capital requirement or required. Net working capital required is equal to 2,03,078. So calculation of working capital requirement for a trading concern is over here. Let us see how to calculate working capital requirement for a manufacturing concern next. Okay. Yes, working capital requirement for a manufacturing concern. Question. A pro forma cost sheet of a company provides the following particulars. Elements of cost, amount per unit is given. Raw material, direct labor, overheads, total cost, profit, selling price. All these items are given. The following further particulars are available. Raw materials are in stock on an average for 1 month. Materials are in process for on an average for half a month. Finished goods are in stock on an average for 1 month. Credit allowed by suppliers is 1 month. Credit allowed to customers is 2 months. Lag in payment of wages is 1.5 weeks. Lag in payment of overhead expenses is 1 month. 1/4 of the output is sold against cash. Cash in hand and cash in bank is expected to be rupees 25,000. You are required to prepare a statement showing the working capital needed to finance a level of activity of 1,04,000 units of production. You may assume that production is carried on evenly throughout the year. Wages and overheads accrue similarly, and a time period of 4 weeks is equivalent to a month. Okay. എന്താ ഇതിനകത്ത് അഡീഷണൽ ഇൻഫർമേഷൻ പറഞ്ഞിരിക്കുന്നത്? റോ മെറ്റീരിയൽസ് ആർ ഇൻ സ്റ്റോക്ക് ഓൺ ആൻ ആവറേജ് ഫോർ 1 month. റോ മെറ്റീരിയൽ 1 മാസം സ്റ്റോക്കായിട്ട് കിടക്കും. മെറ്റീരിയൽസ് ആർ ഇൻ പ്രോസസ് ഓൺ ആൻ ആവറേജ് ഫോർ ഹാഫ് എ മന്ത്. വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് ഹാഫ് എ മന്ത് 15 days കിടക്കും.
ഫിനിഷ്ഡ് ഗുഡ്സ് ആർ ഇൻ സ്റ്റോക്ക് ഓൺ ആൻ ആവറേജ് ഫോർ 1 month. ഫിനിഷ്ഡ് ഗുഡ്സ് ഒരു മാസമാണ്. ക്രെഡിറ്റ് അലൗഡ് ബൈ സപ്ലയേഴ്സ്, ക്രെഡിറ്റേഴ്സ് നമുക്ക് അനുവദിച്ചു തരുന്ന സമയം ഒരു മാസമാണ്. ക്രെഡിറ്റ് അലൗഡ് ടു കസ്റ്റമേഴ്സ്, നമ്മൾ ഡെപ്റ്റേഴ്സിന് കൊടുക്കുന്ന 2 months ആണ്, 2 മാസമാണ്. ലാഗ് ഇൻ പേയ്മെൻറ്റ് ഓഫ് വേജസ് ഈസ് 1.5 weeks, 1.5 ആഴ്ചയാണ്. ലാഗ് ഇൻ പേയ്മെൻറ്റ് ഓഫ് ഓവർഹെഡ് എക്സ്പെൻസസ് 1 month. ഓവർഹെഡ് എക്സ്പെൻസ് ലാഗ് ചെയ്യുന്നു, കൊടുക്കാൻ താമസം ഉണ്ടാകുന്നു, ഒരു മാസം. 1/4 ഓഫ് ദിസ് ഔട്ട്പുട്ട് ഈസ് സോൾഡ് അഗൈൻസ്റ്റ് ക്യാഷ്. നമ്മൾ സാധാരണ നേരത്തെ കണ്ട പ്രോബ്ലം നിന്ന് വ്യത്യസ്തമായിട്ട് ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ 1,04,000 യൂണിറ്റ്സ് ആണ്. അത് മുഴുവനായിട്ട് വിൽപ്പന നടത്തുന്നു. അതിൽ 1/4 ക്യാഷിനാണ് വിൽപ്പന നടത്തുന്നത്. അതിൽ 1/4 1/4 ഈസ് സോൾഡ് അഗൈൻസ്റ്റ് ക്യാഷ്. അപ്പോൾ ബാക്കി 3/4 ക്രെഡിറ്റിന് കൊടുക്കുന്നത്. ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡെപ്റ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, so while calculating debtors only 1/3 output is taken into account. Okay, 3/4 ഭാഗം മാത്രമേ എടുക്കേണ്ടതുള്ളൂ. 1,04,000 യൂണിറ്റ്സും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം 1,04,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് വിൽപ്പന നടത്തിയെങ്കിലും അതിൽ വാട്ട്സ് കോൾഡ് 1/4 ഈസ് സോൾഡ് അഗൈൻസ്റ്റ് ക്യാഷ്. അതിൽ 1/4 ക്യാഷിനാണ് നമ്മൾ വിൽപ്പന നടത്തിയത്. ക്യാഷിന് വിൽപ്പന നടത്തിയ പിന്നെ ഡെപ്റ്റേഴ്സ് ഉണ്ടാവില്ല. നമുക്ക് കടക്കാരുണ്ടാവണമെങ്കിൽ നമ്മൾ ക്രെഡിറ്റിന് കൊടുക്കണം. അപ്പോൾ 4/3 ക്രെഡിറ്റിന് കൊടുത്തത്, ഡെപ്റ്റേഴ്സ് 4/3 ആയിരിക്കും. അത് ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ക്യാഷ് ഇൻ ഹാൻഡ് എക്സ്പെക്റ്റഡ് ടു ബി ₹25,000. ക്യാഷ് ഇൻ ഹാൻഡ് അഡീഷണൽ ഐറ്റം തന്നിട്ടുണ്ട്, അത് കറണ്ട് അസറ്റിൻ്റെ ഭാഗമാണ്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് വർക്കിംഗ് ക്യാപിറ്റൽ നീഡഡ് ടു ഫൈനാൻസ് ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓഫ് 1,04,000. യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ 1,04,000 ആണ്. ഓക്കെ, യു മേ അസ്യൂം ദറ്റ് പ്രൊഡക്ഷൻ ഈസ് carried on evenly throughout the year. Wages and overheads accrue similarly and a time period of 4 weeks is equivalent to a month. 4 ആഴ്ച ഒരു മാസമായിട്ട് കരുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ മാസത്തിൽ ഒരുപാട് ഐറ്റംസ് തന്നിരിക്കുന്നു, അത് ആഴ്ചയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, റോ മെറ്റീരിയൽസ് ആർ ഇൻ സ്റ്റോക്ക് ഓൺ ആൻ ആവറേജ് ഫോർ 1 month. ഒരു മാസമാണ് പറഞ്ഞിരിക്കുന്നത്, അത് 4 ആഴ്ചയായിട്ട് കരുതുക. മെറ്റീരിയൽസ് ആർ ഇൻ പ്രോസസ് ഓൺ ആൻ ആവറേജ് ഫോർ ഹാഫ് എ മന്ത്. ഹാഫ് എ മന്ത് എന്ന് വെച്ചാൽ അരമാസമാണ്. അരമാസം എന്ന് വെച്ചാൽ 2 ആഴ്ചയായിട്ട് കരുതുക. ഫിനിഷ്ഡ് ഗുഡ്സ് ആർ ഇൻ സ്റ്റോക്ക് ഓൺ ആൻ ആവറേജ് ഫോർ 1 month. 1 month ഉള്ളതൊക്കെ 4 ആഴ്ചയായിട്ട് കരുതുക. ക്രെഡിറ്റ് അലൗഡ് ബൈ സപ്ലൈസ് ഈസ് 1 month. ക്രെഡിറ്റ് അലൗഡ് ടു കസ്റ്റമേഴ്സ് ഈസ് 2 months. 2 months 8 ആഴ്ചയായിട്ട് കരുതുക. ലാഗ് ഇൻ പേയ്മെൻറ്റ് ഓഫ് വേജസ് ഈസ് 1.5 weeks. 1.5 weeks എന്ന് വെച്ചാൽ 1.5 വീക്സിലല്ലേ കാൽക്കുലേറ്റ് ചെയ്യും പറഞ്ഞു. വീക്സ് ആയിട്ട് തന്നെ എടുക്കുക. 1.5 weeks. ലാഗ് ഇൻ പേയ്മെൻറ്റ് ഓഫ് ഓവർ എക്സ്പെൻസസ് 1 month. 1 month എന്നുള്ളത് 4 ആഴ്ചയായിട്ട് എടുക്കുക. ഓക്കെ, ഈ രീതിയിലായിരിക്കണം നിങ്ങളുടെ കാൽക്കുലേഷൻസ് നടത്തേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. യെസ്, വെൽക്കം ബാക്ക്. സോ ദിസ് ഈസ് എ പ്രോബ്ലം ഫോർ എ മാനുഫാക്ചറിങ് ഫേം. ഓക്കെ, മാനുഫാക്ചറിങ് ഫേം. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാവും? സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ഡെപ്റ്റേഴ്സ്. ദെൻ വൺ മോർ ഐറ്റം ഈസ് ഗിവൺ, ക്യാഷ് ബാലൻസ്, ക്രെഡിറ്റേഴ്സ്, ലാഗ് ഇൻ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആൻഡ് ലാഗ് ഇൻ പേയ്മെൻറ്റ് ഓഫ് ഓവർഹെഡ് എക്സ്പെൻസസ്. ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ 3 ഐറ്റംസ് നമുക്ക് ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. എന്ന് ഫസ്റ്റ് റോ മെറ്റീരിയൽ, സെക്കൻഡ് ലേബർ ആൻഡ് നമ്പർ 3 ഓവർഹെഡ്സ്. ഓക്കെ, ഇത് വീക്സിലേക്കാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. കഴിഞ്ഞൊരു പ്രോബ്ലത്തിനകത്ത് നമ്മൾ മന്തിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ വീക്കിലേക്കാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കാൽക്കുലേറ്റ് വീക്കിലി റോ മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ് ആൻഡ് ഓവർഹെഡ് കോസ്റ്റ്. ഓക്കെ, സോ നമുക്കത് ആദ്യം നോക്കാം. കാൽക്കുലേഷൻ ഓഫ് weekly element of cost, element of cost or element of cost per week. Okay, see total എത്രയാണ് സെയിൽസ് എന്ന് ആദ്യം നോക്കുക. ഓക്കെ, സെയിൽസിൻ്റെ ഒരു നിശ്ചിത ഇത് തന്നിട്ടുണ്ട് അതിനകത്ത്, അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്, സെയിൽസ് ഈസ് ഈക്വൽ ടു യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു selling price per unit. 1,04,000 units, 4,000 units total units produced into selling price per unit. How much? Selling price per unit it is 200. Okay, 200 ആണ് സെല്ലിംഗ് പ്രൈസ് തന്നിരിക്കുന്നത്. അതിൽ പ്രോഫിറ്റ് നമ്മുടെ മൈനസ് ചെയ്യണം. നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്ന് കണ്ടപ്പോൾ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് നേരിട്ട് നമുക്ക് പോകുന്നതിന് ഒരു മാർഗമുള്ളത്, സെയിൽസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് റോ മെറ്റീരിയൽ നേരിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, റോ മെറ്റീരിയൽ കോസ്റ്റ് എലമെന്റ് ഓഫ് കോസ്റ്റ് ആണല്ലോ നമ്മൾ പറയുന്നത്. സോ റോ മെറ്റീരിയൽ കോസ്റ്റ് is equal to 1,04,000 into 80. So this is the total amount of raw material cost for 1 year. ഒരു വർഷത്തേക്കുള്ള കോസ്റ്റ് ആണ് 1,04,000 into 80. അത് ഒരു ആഴ്ചയിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. 1,04,000. ഓക്കെ,
in 4000 into 80. ഇത് ഒരാഴ്ചയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ആഴ്ചയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് വീക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒരു വർഷത്തിൽ എത്ര വീക്സ് ആണുള്ളത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. 52 is equal to 1,04,000 into 80 by 52, that is equal to 80 raw material cost per unit. ഒരു യൂണിറ്റിന് 80 രൂപയാണ് റോ മെറ്റീരിയൽ കോസ്റ്റ്. അതുകൊണ്ട് റോ മെറ്റീരിയൽ സെപ്പറേറ്റ് എലമെന്റ് ഓഫ് കോസ്റ്റ്, ഫസ്റ്റ് എലമെന്റ് ഓഫ് കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1,04,000 into 80 by 52, that is equal to 1,60,000. 1,60,000 റോ മെറ്റീരിയൽ ഒരു യൂണിറ്റിന് 80 രൂപയാണ്. 1,04,000 യൂണിറ്റിന് എത്രയാണെന്ന് നോക്കുക. അതിനെ 52 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു ആഴ്ചയിലേക്ക് 1,60,000 രൂപയായിരിക്കും റോ മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ട് വേണ്ടിവരിക. ഓർ അതർവൈസ് ദ ടോട്ടൽ എമൗണ്ട് ബ്ലോക്ക്ഡ് അപ്പ് ഇൻ റോ മെറ്റീരിയൽ ഫോർ 1 week is equal to 1,60,000. Then labor cost. Labor cost per week. Labor cost per week is equal to 1,04,000 into labor cost. It is given in your question as direct labor cost 30 rupees. 30 by 52, that is equal to 60,000. 60,000. Weekly cost of labor is equal to 60,000. Then overhead expenses. Overhead expenses is equal to 1,04,000 into overhead rate per unit is given as 60 rupees. Okay, 60 by 52, that is equal to 1,20,000. 1,20,000. 1,20,000. Elements of cost are obtained here. Okay, elements of cost കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇതൊക്കെ ഓരോന്ന് നമുക്ക് പ്രോഫിറ്റ് വേണമെങ്കിൽ ഈ രീതിയിലേക്ക് ഒരാഴ്ചയിലേക്ക് മാറ്റാം, സെയിൽസ് വേണമെങ്കിൽ ഒരാഴ്ചയിലേക്ക് മാറ്റാം. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളത് 3 എലമെന്റ്സ് ആണ്: raw material cost, labor cost, overhead cost. Okay, so these 3 items are now obtained. Then let us calculate working capital requirement by using these figures. Okay, ഇത് figures യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ഓക്കെ, yes, welcome back. First current assets. Okay, first current assets. All current assets are to be written here under current assets topic. Okay, current assets. Yes, number 1, stock of raw material. Stock of raw material. Stock of raw material period തന്നിരിക്കുന്നത്. Stock raw materials are in stock on an average for 1 month. 1 month is equal to 4 weeks. Okay, 1 month is equal to 4 weeks. So എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 4 weeks എന്നുള്ളത് ഒരു ആഴ്ചയിലേക്ക് നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് റോ മെറ്റീരിയൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 1,60,000. 1,60,000 into 4. ഒരാഴ്ചയിലേക്ക് 1,60,000 ആണ്. 4 ആഴ്ചയിലേക്ക് എത്രയായിരിക്കും ടോട്ടൽ എമൗണ്ട്? ദാറ്റ് ഇസ് ഈക്വൽ ടു 6,40,000. 6,40,000. അത് നേരെ ഔട്ടർ കോളത്തിനകത്ത് കൊടുക്കാം. 6,40,000. See, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിനകത്ത് വീണ്ടും റോ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്സ് എന്ന് വരില്ല. കാരണം സ്റ്റോക്കും എങ്ങനെയാണ് കൊണ്ടുവന്നത് അതുപോലെ കിടക്കുന്നത് 4 ആഴ്ചയാണ് അതുപോലെ കിടക്കുന്നത്. അതിനകത്ത് പ്രോസസ്സിംഗ് നടത്തുന്നില്ല. പക്ഷെ ഇനി വർക്ക് ഇൻ പ്രോഗ്രസിനകത്തേക്ക് വരുമ്പോൾ അതിനകത്ത് സബ് എലമെന്റ്സ് ആയിട്ട് റോ മെറ്റീരിയൽ, ദെൻ ലേബർ, ഓവർഹെഡ്സ് വരും. നോക്കാം നമുക്ക് എങ്ങനെയാണ്. നമ്പർ 2, വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസിനകത്ത് ഫസ്റ്റ് റോ മെറ്റീരിയൽ. വർക്ക് ഇൻ പ്രോഗ്രസിന്റെ പീരിയഡ് പറഞ്ഞിരിക്കുന്നത് വർക്ക് ഇൻ പ്രോഗ്രസ് ദി മെറ്റീരിയൽസ് ആർ ഇൻ പ്രോസസ് ഓൺ ആൻ ആവറേജ് ഹാഫ് എ മന്ത്. അരമാസമാണ്. അരമാസം എന്ന് വെച്ചാൽ 2 ആഴ്ചയാണ്. 2 weeks ആണ്. ഓക്കെ, 2 weeks. സോ റോ മെറ്റീരിയൽ 1,60,000 into 2. Then labor per week it is calculated. Labor per week is equal to 60,000. Okay, 60,000 for 2 weeks. Then overheads 1,20,000. 1,20,000 into 2. That is equal to 2 here. 3,20,000
1,20,000, then 2,40,000. Total is equal to 3, 4, then 6,80,000. 6,80,000, correct. 6,80,000. So this is the total amount of work in progress. Number 3, stock of finished goods. Stock of finished goods. Finished goods lying in stores for an average of 4 weeks. Okay, that means 1 month. 1 month ആണ് 4 weeks. 4 weeks. Then raw material. അതിന് കീഴിൽ വരുന്നത് raw material, labor, overheads. Raw material 1,60,000 into 4, 60,000 into 4, 1,20,000 into 4. That is equal to 1,60,000 into 4, 6,40,000. Then 2,40,000. Then 4,80,000. 4,80,000. That is equal to 13,60,000. Okay, 13,60,000. The 2 weeks ആകുമ്പോൾ 6,80,000 ആണ്. That is just double ആണ്. 13,60,000. Okay. Then next number 4, debtors. ഈ debtors കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാറുണ്ട്. Debtors, it is also for 8 weeks. Okay, sundry debtors 8 weeks. 2 മാസമാണ് പറഞ്ഞിരിക്കുന്നത്. Credit allowed to debtors, it is equal to 2 months, that is 8 weeks. 8 weeks ആണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് കൂടിയുണ്ട്, 1/4 of the output is sold against cash. 4/1 ക്യാഷിനാണ് വിൽപ്പന നടത്തിയത്. ഓക്കെ, അപ്പോൾ 4/3 ഭാഗമാണ് ക്രെഡിറ്റ് സെയിൽസ് നടത്തിയത്. ക്രെഡിറ്റ് സെയിൽസിന്റെ ഉൽപ്പന്നമാണ് ഡെപ്റ്റേഴ്സ് എന്നുള്ളത്. അതുകൊണ്ട് ടോട്ടൽ ഈ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ 4/3 മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. റോ മെറ്റീരിയൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. റോ മെറ്റീരിയൽ 1,60,000 into 8 into 3/4. Then labor 60,000 into 8 into 3/4. 4/3 ആണ് ക്രെഡിറ്റ് സെയിൽസ്, അതുകൊണ്ടാണ് 3/4 എന്ന് പറയുക. ഓവർഹെഡ്സ് is equal to 1,20,000 into 8 into 3/4. See, here amount is equal to 9,60,000 first. 9,60,000. Next 3,60,000. 3,60,000. Next 7,20,000. 7,20,000. Total is equal to 20,40,000. 20,40,000. So this is the total amount of debtors. So debtors for 8 weeks and only 3/4 is taken into account. 4/3 എവിടെ നിന്ന് എടുക്കുന്നുള്ളൂ, കാരണം 4/1 ക്യാഷ് സെയിൽസ് ആയിരുന്നു. ക്യാഷ് സെയിൽസ് എന്ന് വെച്ചാൽ അപ്പോൾ തന്നെ പണം കിട്ടി. ഇത് പണം പിന്നീട് കിട്ടുന്നതാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുക. ഓക്കെ, 4/3 ഭാഗം മാത്രമാണ് എടുക്കുക. ഓക്കെ, ഒരു ഐറ്റം കൂടി ഇവിടെ അധികമായിട്ട് കറണ്ട് അസറ്റിനകത്ത് വരുന്നുണ്ട്. അത് ക്യാഷ് ആൻഡ് ക്യാഷ് ബാലൻസ് ആൻഡ് അറ്റ് ബാങ്കിനകത്തും കൂടിയുള്ള ബാലൻസ് രണ്ടും കൂട്ടിയിട്ട് 25,000 രൂപ എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 25,000. ഓക്കെ, ദെൻ ടോട്ടൽ ഈസ് ഈക്വൽ ടു 47,45,000. 47,45,000. So this is the total amount of current assets. Current assets total amount ആണ് 47,45,000. ഇതിൽ നിന്ന് കറണ്ട് ലാബിലിറ്റീസ് ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി കറണ്ട് ലാബിലിറ്റീസ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്.
Current assets 47 lakh 45,000. 47 lakh 45,000. So deduct current liabilities from this total. So next current liabilities B. Current liabilities. Current liabilities പറഞ്ഞുള്ളത് രണ്ട് ഐറ്റം ആണ്. The first item it is sundry creditors. Not two items, three items are given. Number one, sundry creditors. Creditors വെച്ചാൽ നമ്മുടെ റോ മെറ്റീരിയൽ നമ്മൾ വാങ്ങിയതാണ്, കടത്തിന് വാങ്ങിയതാണ്. അതുകൊണ്ടാണ് അതിന് ക്രെഡിറ്റ് പീരിയഡ് അലൗഡ് ബൈ സപ്ലൈസ് കൊടുത്തിരിക്കുന്നത്. അവർ തന്നിരിക്കുന്ന പീരിയഡ് എത്രയാണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് പീരിയഡ് അലൗഡ് ബൈ സപ്ലൈസ് ഇറ്റ് ഈസ് 1 month. ഒരു മാസമാണ്. ദാറ്റ് മീൻസ് 4 weeks. 4 weeks ഒരു സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ നോക്കുക. റോ മെറ്റീരിയൽ മാത്രമാണ്, അതിനകത്ത് ലേബറും ഓവർഹെഡ്സും വേണ്ട. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 1,60,000 ആണ്. 1,60,000 into 4 ഇതായിരിക്കും നമുക്ക് അവർ തരുന്ന സാവകാശം. 1,60,000 രൂപ ഒരു ആഴ്ചയിലേക്കാണ്, 4 ആഴ്ചത്തെ സാവകാശം തരുന്നുണ്ട്. സോ ടോട്ടൽ എമൗണ്ട് ഇസ് ഈക്വൽ ടു 6,40,000. 6,40,000. Then number 2, ഇത് ഒന്നാമത്താണ്. നമ്പർ 2, ലാഗ് ഇൻ പേയ്മെന്റ് ഓഫ് വേജസ്. ലാഗ് ഇൻ പേയ്മെന്റ് ഓഫ് വേജസ്. വേജസ് 1.5 weeks ആണ്. 1.5 weeks ആണ് ലാഗ് ഇൻ പേയ്മെന്റ് ഓഫ് വേജസ് ഓർ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ്. 1.5 weeks. വേജസ് എന്ന് വെച്ചാൽ ലേബർ ആണ്, അതുകൊണ്ട് ലേബർ കോസ്റ്റ് എടുക്കുക. ലേബർ കോസ്റ്റ് ഹൗ മച്ച്? ലേബർ കോസ്റ്റ് 60,000. 60,000 into 1.5 divided by 52. 1.5 divided by 52. That is equal to how much? Sorry, not divided by 52. 1.5. 1.5 weeks. Okay. ഒരാഴ്ചയിലേക്കാണ് 60,000 വരുന്നത്. ഒരാഴ്ചയിലേക്ക് 60,000. അതുകൊണ്ട് 1.5 ആഴ്ചയിലേക്ക് എത്രയാണ്? ഇൻറ്റു 1.5 ധരിച്ചുകൊണ്ട് 90,000. I think so. 90,000. 90,000. The next, lag in payment of overhead. Number 3, lag in payment of overhead. Payment of overheads. Overhead expenses 1 month ആണ് തോന്നുന്നു. Okay. Yes, 1 month. 1 month means 4 weeks. 4 weeks. 4 weeks. Okay. So therefore, overhead expenses total amount 1,20,000. 1,20,000 into 4. 1,20,000 into 4 is equal to 4,80,000. 4,80,000. Therefore, total amount of current liabilities is equal to 6,40,000. 10,40,000, 11,20,000, 12,10,000. Okay, 12,10,000. 12,10,000. Deduct 12,10,000 from 47,45,000. That is equal to 35,35,000. 35,35,000. So this is the total amount of net working capital required. Net working capital required is equal to 35,35,000. This is for a manufacturing firm. So first convert material cost, labor cost and overhead cost to a week. Okay, because it is given in weeks here. Okay, അതുകൊണ്ട് ഒരു ആഴ്ചയിലേക്ക് മാറ്റുക. അതല്ലെങ്കിൽ മാസത്തിലാണ് തന്നെങ്കിൽ മാസത്തിലേക്ക് മാറ്റുക. എന്നിട്ട് എത്ര മാസമാണ് എത്ര ആഴ്ചയാണ് നിങ്ങളുടെ സ്റ്റോക്ക് അവിടെ സ്റ്റോക്കായിട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ അവിടെ ലേ ചെയ്യുന്നത് വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് അതർവൈസ് ഡെപ്റ്റേഴ്സ് ആയിട്ട് അവിടെ അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ദിസ് ഇസ് എ വേ ഫോർ കാൽക്കുലേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ഓക്കെ, താങ്ക് യു.